കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ തേൻമൊഴിയുടെ കൂട്ടുകാരെ, നിസ്കാരമെന്നുള്ളത് മുസ്ലിമിന് നിർബന്ധമായ പ്രവർത്തനമാണ് അല്ലേ? പ്രവാചകൻ പഠിപ്പിച്ചത് മുസ്ലിമിൻ്റെയും മുസ്ലിം അല്ലാത്ത ഒരാളുടെയും ഇടയിലുള്ള മറയെന്നുള്ളത് തന്നെ നിസ്കാരമാണ്. നിസ്കരിക്കാത്ത ആളുകൾ മുസ്ലിം ആകില്ല എന്നർത്ഥം. നമ്മൾക്ക് എത്ര നമസ്കാരങ്ങളുണ്ട്? ഒരു ദിവസം മുസ്ലിമിന് 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ അള്ളാഹു നിർബന്ധമാക്കി തന്നിട്ടുണ്ട്. ആ നിസ്കാരങ്ങൾ എല്ലാവരും നിർവഹിക്കാറുണ്ടല്ലോ. അതിൽ തന്നെ ഏറ്റവും പ്രധാനം നിറഞ്ഞ നമസ്കാരങ്ങളിലൊന്നാണ് സുബ്ഹി നമസ്കാരം. നമ്മുടെ തേൻമൊഴി കേൾക്കുന്ന ചില കൂട്ടുകാരെങ്കിലും സുബ്ഹിന് നേരത്തെ എഴുന്നേൽക്കാത്തവരാണ്. ഇന്ന് മുതൽ ഈ തേൻമൊഴി കേട്ടാൽ നമ്മൾ സുബ്ഹി നിസ്കരിക്കാൻ നേരത്തെ എഴുന്നേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ആരെങ്കിലും സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അതും എങ്ങനെ? ജമാഅത്തായിക്കൊണ്ട് ഇമാമിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കസ്റ്റഡിയിലാണ് പിന്നെ അവൻ ഉണ്ടാവുക. ആ ദിവസം മുഴുവനും അവൻ അള്ളാഹിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അവൻ അള്ളാഹു നല്ല സംരക്ഷണം കൊടുക്കും. എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു പ്രത്യേകം ഒരു പരിഗണന അവന് കൊടുത്ത് അവനൊരു ശ്രദ്ധ അള്ളാഹു പ്രത്യേകം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി സുബ്ഹി നമസ്കരിച്ചാൽ പിന്നെ ആ ദിവസം പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അള്ളാഹു നമ്മളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയോ, ആ സുബ്ഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് ഈ ലോകത്തുള്ളതും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്. അപ്പോൾ കൂട്ടുകാരൻ ആലോചിച്ച് നോക്കിയേ, സുബ്ഹിൻ്റെ മുമ്പ് സുന്നത്തായ 2 റക്അത്തിന് ഇത്ര കൂലി ഉണ്ടെങ്കിൽ സുബ്ഹ് എന്ന് പറയുന്ന ഫർള് നിസ്കാരത്തിന് എത്ര കൂലി ഉണ്ടാവും? എണ്ണിയാൽ തീരാത്ത കൂലി ഉണ്ടാകും അല്ലേ? അപ്പോൾ അത് നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിയണ്ടേ? രാവിലെ മൂടി പുറച്ച് കിടന്നുറങ്ങി 7 മണിക്കും 8 മണിക്കൊക്കെ ഉറങ്ങി എഴുന്നേറ്റാൽ അത് കിട്ടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? ഇന്നു മുതൽ സുബ്ഹി നമസ്കരിക്കാൻ നേരത്തെ എഴുന്നേൽക്കാനും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും. എന്താ ശ്രദ്ധിക്കുമല്ലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേൻമൊഴി നന്മയുടെ